പുതിയ സെമസ്റ്ററിലെ നമ്മളുടെ മാത്സിൻ്റെ പേപ്പർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി, റാൻഡം പ്രോസസ് ആൻഡ് ന്യൂമറിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നതാണ്. അതിനകത്തെ 4th മൊഡ്യൂളായ ന്യൂമറിക്കൽ ടെക്നിക്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് എളുപ്പമുള്ള ടോപ്പിക്കാണ് ആദ്യം ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് 4th മൊഡ്യൂളാണ്. ന്യൂമറിക്കൽ ടെക്നിക്സ് എന്നാണ് ആ മൊഡ്യൂളിൻ്റെ പേര്. അപ്പോൾ ന്യൂമറിക്കൽ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് ന്യൂമറിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ഓഫ് ഓൾജിബ്രൈക് ആൻഡ് ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻസ്. എന്താണ് ഓൾജിബ്രൈക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പോളിനോമിയൽ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലേ? പോളിനോമിയൽ ഇക്വേഷൻസിനെയാണ് ഓൾജിബ്രൈക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ക്വാഡ്രാറ്റിക് ഫോർമുലയുണ്ട്. ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം അല്ലേ? ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷനാക്കി മാറ്റിയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ നമുക്ക് എവിടെ ചെയ്യാം? കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്താം. പക്ഷേ ഇപ്പം x⁻10 അതായത് ഡിഗ്രി 10 ആയിട്ടുള്ള ഒരു പോളിനോമിയൽ തന്നാൽ നമുക്ക് സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഹയസ്റ്റ് ഡിഗ്രി വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഓൾജിബ്രൈക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ദ ഫോം f(x) = a0 x⁻n plus a1 x⁻n - 1 a2 x⁻n - 2 plus etc. an = 0 is called an algebraic equation. അപ്പോൾ എന്താണ് ഈ ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പോളിനോമിയൽസ് കൂടാതെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനോ ലോഗരിതമിക് ഫംഗ്ഷനോ അതുപോലെ തന്നെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനോ ഒക്കെ ഇക്വേഷനകത്ത് വരുമ്പോൾ വിളിക്കുന്ന പേരാണ് ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ. ആൻ ഇക്വേഷൻ വിച്ച് കണ്ടെയ്ൻസ് പോളിനോമിയൽസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ലോഗരിതമിക്, എക്സ്പൊണൻഷ്യൽ എക്സെട്ര ഈസ് കോൾഡ് ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ. കണ്ടോ, log x + 1 = 0. അതൊരു ഇക്വേഷനാണ്, പക്ഷേ പോളിനോമിയൽ ഇക്വേഷൻ അല്ല. അപ്പോൾ എന്താണ് ഇതിനെ വിളിക്കുന്നത്? ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ. ഇനി എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയുന്നത്? നമുക്ക് തരുന്ന ഫംഗ്ഷനെ, നമുക്ക് തരുന്ന ഇക്വേഷനെ f(x) = 0 എന്ന് നമ്മൾ അസംഷൻ നടത്തും. അപ്പം ഒരു f(x)ൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ആ f(x) 0 ആകാൻ പറ്റുന്ന വിധത്തിലുള്ള ഏത് x വാല്യൂ ആണ് എടുക്കാൻ പറ്റുന്നത്, അതാണ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അതായത് ആ ഫംഗ്ഷൻ്റെ റൂട്ട് അല്ലെങ്കിൽ 0 കണ്ടുപിടിക്കുക. അപ്പം സൊല്യൂഷൻ ഓഫ് ആൻ ഓൾജിബ്രൈക് transcendental equations means finding the roots or zeros of an equation of the form f(x) = 0. റൂട്ട് അല്ലെങ്കിൽ 0 കണ്ടുപിടിക്കുന്നതാണ് സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലുള്ള അർത്ഥം. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ 0 കണ്ടുപിടിക്കുക. നിങ്ങൾ റൂട്ടൊക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുള്ളവരാണ് അല്ലേ? ഇവിടെ നമ്മൾ ഈ ഓൾജിബ്രൈക് അല്ലെങ്കിൽ ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറയുമ്പോൾ ഉപയോഗിക്കുന്ന 3 മെത്തേഡ്സാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈസെക്ഷൻ മെത്തേഡ്, രണ്ടാമത്തത് റെഗുലാർ ഫോൾസി മെത്തേഡ്, തേർഡ് വൺ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. ഈ 3 മെത്തേഡ്സാണ് ഓൾജിബ്രൈക് അല്ലെങ്കിൽ ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്, ബൈസെക്ഷൻ മെത്തേഡ്. നമുക്കറിയാം f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നാൽ അതിനെ നമുക്ക് ഗ്രാഫായിട്ട് വരയ്ക്കാൻ അറിയാമല്ലോ. അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ x ആക്സിസിൽ എവിടെയാണോ ആ ഫംഗ്ഷൻ മീറ്റ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ 0. നിങ്ങളത് നേരത്തെ സീറോസ് അല്ലെങ്കിൽ റൂട്ട് പഠിക്കുന്ന നേരത്തെ തന്നെ അതിൻ്റെ ജോമെട്രി ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ആ കർവ് വരയ്ക്കുമ്പോൾ എപ്പോഴാണ് x ആക്സിസിൽ അത് കട്ട് ചെയ്യുന്നത്, x ആക്സിസ് കട്ട് ചെയ്യുമ്പോൾ y എവിടെ എന്താണ് 0 ആവുകയാണ്. അപ്പം അതാണ് അതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ 0 എന്ന് പറയുന്നത്. അപ്പം ബൈസെക്ഷൻ മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഫംഗ്ഷൻ f(x) = 0 എന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തരും. f(x) = 0 എന്ന് ഒരു ക്വസ്റ്റ്യൻ തരുവാണ് സോൾവ് ചെയ്യാൻ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് കുറച്ച് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇവിടെ നോക്കിക്കേ, ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ f(x) = x³ - x - 1 = 0 യൂസിങ് ബൈസെക്ഷൻ മെത്തേഡ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയത് കാരണമാണ് f(x) = എന്ന് പറഞ്ഞ് ഞാൻ തന്നേക്കുന്നത്. സാധാരണ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫൈൻഡ് എ റൂട്ട് ഓഫ് x³ - x - 1 = 0 യൂസിങ് ബൈസെക്ഷൻ മെത്തേഡ്. പെട്ടെന്ന് കയറി കാൽക്കുലേറ്റർ ചെയ്ത് ആൻസർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ മൊഡ്യൂൾ പഠിക്കുന്നതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞാൽ ബൈസെക്ഷൻ മെത്തേഡ് തന്നെ ചെയ്ത് കാണിക്കണം.
അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ഏതാണ്? എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ഏതാണെന്നുള്ളത് ഞാൻ എടുത്തു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 1 ആണ്. ഇനി നമ്മൾ ആദ്യം ചെയ്ത് നോക്കേണ്ടത് എഫ് ഓഫ് 0 ഇട്ട് നോക്കുക. ആദ്യം എക്സിന് എന്ത് കൊടുക്കുക? 0 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആദ്യം നിങ്ങൾ എന്ത് കൊടുക്കണം? 0 ഇട്ട് നോക്കുക. അപ്പോൾ 0 ഇട്ട് നോക്കുമ്പം എഫ് ഓഫ് 0 അല്ലേ, എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു? -1 എന്നാണ് കിട്ടുന്നത്. -1 എന്നാണ് കിട്ടുന്നത്. അതായത് -1 എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വാല്യൂ ആണല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ നേരെ തന്നെ നെഗറ്റീവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. കാണാമല്ലോ നെഗറ്റീവ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇനി അടുത്തത് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ 1 കൊടുത്താൽ മതി. അതിനിടയ്ക്കുള്ള വാല്യൂ പെട്ടെന്ന് കയറി ഇപ്പോൾ കൊടുക്കണ്ട. എക്സ് 0 കൊടുത്താൽ പിന്നെ അടുത്ത് എന്തെടുക്കുക? എക്സിന് 1 എന്ന് കൊടുക്കാം. 1 കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താണ്? -1 തന്നെയാണ്. അതും ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ അവിടെ നെഗറ്റീവ് എന്ന് കൊടുത്തു. അടുത്തത് 2 കൊടുക്കുക. എക്സിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 2 എന്ന് കിട്ടും. എഫ് ഓഫ് 2 എന്ന് കിട്ടുമ്പോൾ നോക്കിക്കേ, എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ് കിട്ടുന്നത്? 5 എന്നാണ് ആൻസർ കിട്ടുന്നത്. എഫ് ഓഫ് 2 5 ആണ്. അത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ പോസിറ്റീവ് എന്ന് കിട്ടി. ഇപ്പം നമ്മൾ ഇവിടെ വെച്ച് ആ വാല്യൂ ഇട്ട് കൊടുക്കുന്ന കാര്യം നിർത്തുവാണ്. കാരണം 0 കൊടുത്തപ്പോൾ എനിക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടി, 1 കൊടുത്തപ്പോൾ നെഗറ്റീവ് വാല്യൂ കിട്ടി, 2 കൊടുത്തപ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടി. അത് എപ്പോഴാണോ നമുക്ക് ഓപ്പോസിറ്റ് വാല്യൂസ് കിട്ടുന്നത്, ഓപ്പോസിറ്റ് സൈനുള്ള വാല്യൂസ് കിട്ടുന്നത്, അവിടെ വെച്ച് നമുക്ക് നിർത്താം. അതായത് 1 കൊടുത്തപ്പോൾ എനിക്ക് നെഗറ്റീവ് വാല്യൂവും 2 കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? പോസിറ്റീവ് വാല്യൂവും കിട്ടി. അതിനർത്ഥം 1നും 2നും ഇടയ്ക്കാണ് ഈ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെ റൂട്ട് ലൈ ചെയ്യുന്നത് 1നും 2നും ഇടയ്ക്കാണ്. അപ്പം നമുക്ക് എപ്പോഴാണ് ഈ ബൈസെക്ഷൻ മെത്തേഡ് തുടങ്ങേണ്ടത്? ഈ ഓരോ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഏത് കൊടുക്കണം എന്ന് പറയുന്നത്? 0 കൊടുക്കുക, 1 കൊടുക്കുക, 2 കൊടുക്കുക. അങ്ങനെ ഇവിടെ എന്തെനിക്ക് കിട്ടി? 1 കൊടുത്തപ്പോൾ നെഗറ്റീവും 2 കൊടുത്തപ്പോൾ പോസിറ്റീവും കിട്ടി. അപ്പം 1നെ ഞാൻ എ എന്നും 2നെ ഞാൻ ബി എന്നും ചൂസ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഐഡൻറ്റിഫൈ 2 പോയിൻറ്റ്സ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ആർ ഹാവിങ് ഓപ്പോസിറ്റ് സൈൻസ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് സൈൻ വരുന്ന, അടുത്തടുത്ത് ഓപ്പോസിറ്റ് സൈൻ വരുന്ന 2 വാല്യൂവിനെ, അതിൽ ഒരെണ്ണത്തിനെ എ എന്നും മറ്റേതിനെ എന്തെന്നും എടുക്കുക? ബി എന്നും ചൂസ് ചെയ്യുക. നമുക്കറിയാം എയും ബിയും ചൂസ് ചെയ്യുമ്പം ചെറുതിന് എ എന്നും വലുതിന് ബി എന്നും നമുക്കെടുക്കാം. അപ്പം എ എന്നും ബി എന്നും എടുത്തിട്ട് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും എന്തായിരിക്കണം? ഓപ്പോസിറ്റ് സൈൻസ് ആയിരിക്കണം. ലെറ്റ് എഫ് ഓഫ് എ നെഗറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് ബി എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. തിരിച്ചും അതുപോലെ തന്നെ എഫ് ഓഫ് ബി നെഗറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് എ പോസിറ്റീവ് ആയിരിക്കണം. ഓപ്പോസിറ്റ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ദെൻ ദെയർ വിൽ ബി എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയ്ക്ക് എന്തുണ്ടാകും? ഒരു റൂട്ട് എക്സിസ്റ്റ് ചെയ്തിരിക്കും. അത് കാരണമാണ് അത് നെഗറ്റീവും പോസിറ്റീവുമായിട്ട് ഓപ്പോസിറ്റായിട്ട് വന്നത്. അപ്പം നമ്മളിനി ഓരോ അപ്രോക്സിമേഷൻ നടത്താൻ പോവുകയാണ്. അപ്പം 1നും 2നും ഇടയ്ക്കുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ബൈസെക്റ്റ് ചെയ്യുക. ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം, അതിനെ ഹാഫ് ആക്കുക, മിഡിലെടുക്കുക, അതിൻ്റെ മിഡിലെടുക്കുക. 1നും 2ൻ്റെ മിഡിൽ എങ്ങനെയാണ് എടുക്കുന്നത്? അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ എയുടെയും ബിയുടെയും മിഡിൽ പോയിൻ്റാണ് അടുത്ത ഫസ്റ്റ് അപ്രോക്സിമേഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് റൂട്ട് അപ്രോക്സിമേഷനായിട്ട് എടുക്കുന്നത് എന്താണ്? a+b/2. അതിനെ നമ്മൾ x1 എന്ന് ചൂസ് ചെയ്യുന്നു. ലെറ്റ് ദ ഫസ്റ്റ് അപ്രോക്സിമേഷൻ ബി ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ഇൻ്റർവൽ എ ബി, ദറ്റ് ഈസ് x1 ഈക്വൽ ടു a+b/2. ഇഫ് എഫ് ഓഫ് x1, ഈ x1 കിട്ടിക്കഴിയുമ്പോൾ ഈ x1 എഫിനകത്ത് ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് x1 0 ആകുവാണെങ്കിൽ, എഫ് ഓഫ് x1 0 ആണെങ്കിൽ x1 എന്തായി? റൂട്ടായി. നമുക്കവിടെ നിർത്താം, പ്രോബ്ലം ചെയ്യുന്നത് നിർത്താം. റൂട്ട് കിട്ടി. സപ്പോസ് x1 എന്ന് പറയുന്നത് എഫ് ഓഫ് x1 നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് x1 നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ആരായിരുന്നു നെഗറ്റീവ് ആയിരുന്നത്? എഫ് ഓഫ് എ നെഗറ്റീവ് ആയിരുന്നു, അല്ലേ? അപ്പോൾ എഫ് ഓഫ് x1 നെഗറ്റീവ് ആണെങ്കിൽ ആർക്കിടയ്ക്ക് നിൽക്കും? x1നും ബിക്കും ഇടയ്ക്കായിരിക്കും റൂട്ട് കിടക്കുന്നത്. ദെയർ വിൽ ബി എ റൂട്ട് ബിറ്റ്വീൻ x1 ആൻഡ് ബി. കാരണം x1ഉം ബിയുമാണ് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ എഫ് ഓഫ് x1 പോസിറ്റീവാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കേസേ വരുള്ളൂ, ഒന്നുകിൽ 0 അല്ലെങ്കിൽ നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ. എഫ് ഓഫ് x1 പോസിറ്റീവ് ആണെങ്കിലോ ദെയർ വിൽ ബി എ റൂട്ട് ബിറ്റ്വീൻ എ ആൻഡ് x1. എയ്ക്കും x1നും ഇടയ്ക്കായിരിക്കും എന്ത് കിടക്കുന്നത്? റൂട്ട് കിടക്കുന്നത്. അതായത് ഓപ്പോസിറ്റ് സൈൻ എവിടെയാണോ വരുന്നത് അതിനിടയ്ക്കായിരിക്കും എപ്പോഴും റൂട്ട് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത റൂട്ട് നമുക്കപ്പോൾ അപ്രോക്സിമേഷൻ നടത്താൻ പറ്റും. ലെറ്റ് x2 ബി മിഡിൽ ഓഫ് ദാറ്റ് 2 1. അതായത് ഒന്നുകിൽ x1നും ബിക്കും ഇടയ്ക്ക് അല്ലെങ്കിൽ എയ്ക്കും x1നും ഇടയ്ക്ക്. അപ്പം x1 + b/2 ഓർ a +
x1/2 അക്കോർഡിംഗ് ദ സൈൻ അനുസരിച്ചാണ് ഇതിലേത് വേണം നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അപ്രോക്സിമേഷൻ നടത്തിക്കൊണ്ടേയിരിക്കുക. ഒരു 12 വരെയെങ്കിലും, അതായത് x12 വരെയെങ്കിലും കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ബൈസെക്ഷൻ മെത്തേഡിൽ കിട്ടുന്നത്. അതായത് 12 x13 ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു അപ്രോക്സിമേഷൻ നടത്തി വരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് എത്ര വരെ നമുക്ക് ചെയ്യണം? ഒരു x12th അപ്രോക്സിമേഷൻ എങ്കിലും ചെയ്താണ് നമ്മൾ ബൈസെക്ഷൻ മെത്തേഡ് നിർത്തുന്നത്. അതായത് നമ്മളിപ്പോൾ കണ്ട പ്രോബ്ലത്തിനകത്താണെങ്കിൽ ഞാൻ പറഞ്ഞു 1നും 2നും ഇടയ്ക്കാണ് എന്ത് കിടക്കുന്നത്? റൂട്ട് കിടക്കുന്നത്. അപ്പം ഞാൻ നോക്കിക്കേ, ഒരു റിയൽ ലൈൻ വരച്ച് a = 1 എന്നും b = 2 എന്നും എഴുതി. a = 1 ആയപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവാണ്, അതാണ് നെഗറ്റീവെന്ന് നിയമങ്ങളിൽ എഴുതിയേക്കുന്നത്. b = 2 ആയപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ പോസിറ്റീവാണ്, അവിടെ പോസിറ്റീവെന്ന് എഴുതി. ഇനി എന്താണ് a+b/2 എന്താണ് വരുന്നത്? 1.5 ആണ് അല്ലേ? എയുടെയും ബിയുടെയും നടുക്കുള്ളത് 1.5 ആണ്. അപ്പോൾ x1 = 1.5 എന്ന് എടുത്തു. x1 1.5 ആണെങ്കിൽ ഇനി എന്ത് കണ്ടുപിടിക്കണം? f(x1) എന്താണെന്ന് നോക്കുക. f(x1) നോക്കുക. f(1.5) എന്താണെന്ന് നോക്കണം. f(1.5) ചെക്ക് ചെയ്യുക. അപ്പോൾ f(1.5) എന്ന് പറയുമ്പോൾ 1.5 3 -1.5 -1 കറക്റ്റായിട്ട് എന്ത് കാൽക്കുലേറ്റർ യൂസ് ചെയ്തോണം. 0.875. ആ ആൻസർ കറക്റ്റ് അല്ലെങ്കിലും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് കറക്റ്റ് അറിഞ്ഞിരിക്കണം. കയറി നെഗറ്റീവ് വന്നാൽ നമുക്ക് തെറ്റിപ്പോകും. അപ്പോൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമ്മൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുത്തോണം. ഇപ്പോൾ ഇവിടെ ഈ കേസിൽ നമുക്ക് കിട്ടിയ പോസിറ്റീവ് എന്നാണ്. അപ്പോൾ ഞാൻ x1ൻ്റെ മേളിൽ എന്തെടുത്തു? പോസിറ്റീവ് എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ആ റിയൽ ലൈനിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരേ സൈൻ കിടക്കുന്നിടത്ത് ഒരിക്കലും ഇനി റൂട്ട് വരില്ല. അപ്പോൾ എവിടെയാണ് ഇനി റൂട്ട് കിടക്കുന്നത്? എയ്ക്കും 1.5നും, അതായത് 1നും 1.5നും ഇടയ്ക്കാണ് റൂട്ട് കിടക്കുന്നത്. അപ്പം x2 എടുക്കേണ്ടത് എങ്ങനെയാണ്? 1 + 1.5 / 2. അപ്പോൾ 1.25 എന്ന് കിട്ടും. f(x2) എടുത്തപ്പോൾ നോക്കിക്കുക, f(x2) കിട്ടിയത് നെഗറ്റീവാണ്. f(x2) നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ്? x2നും x1നും, അതായത് 1.25നും 1.5നും ഇടയ്ക്കാണ് ഇപ്പോൾ റൂട്ട് കിടക്കുന്നത്. അങ്ങനെ ഇതുപോലെ നിങ്ങൾ റൂട്ട് ഓരോന്ന് കണ്ടുപിടിച്ച് വരിക. ഞാനിവിടെ 3 റൂട്ടേ ഞാൻ കറക്റ്റായിട്ട് എഴുതി കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ ബാക്കി റൂട്ട്സ് കണ്ടുപിടിക്കണം. ഞാൻ x6 വരെ വെറുതെ റൂട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എത്ര വരെ ചെയ്യണം? x12 വരെ ചെയ്ത് നോക്കണം. കാരണം ബൈസെക്ഷൻ മെത്തേഡിനകത്ത് റൂട്ട് കിട്ടാൻ ഒത്തിരി സ്റ്റെപ്പുകൾ ചെയ്യണം. പക്ഷേ ബൈസെക്ഷനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ റൂട്ട് കിട്ടാനുള്ള അടുത്ത മെത്തേഡാണ് നമ്മൾ റെഗുലർ ഫോൾസിങ് മെത്തേഡ്. അതിലും പെട്ടെന്ന് അപ്രോക്സിമേഷൻ കിട്ടാനാണ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ചോദിക്കുമ്പം അറ്റ്ലീസ്റ്റ് x12 വരെയെങ്കിലും ചെയ്തിട്ടില്ലേ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. x12 വരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അപ്രോക്സിമേഷൻ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രോബ്ലംസ് ചെയ്യുക.